ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ് കാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഈശോ അവളെ തൻ്റെ കരുണ കൊണ്ട് രക്ഷിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-ാം വാക്യവും 8-ാം അധ്യായം 8-ാം വാക്യവും. അവൻ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ 2 പ്രാവശ്യത്തിനെക്കുറിച്ച് പറയും. നിലത്ത് മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈശോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിത് പലയാവർത്തി ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പ്രസിദ്ധമായ ബോബി എച്ചിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് നിലത്തെഴുത്ത്. അതിനകത്തൊരു പ്രധാന അധ്യായത്തിൻ്റെ പേരെന്ന രീതിയിൽ തന്നെ ആ അധ്യായത്തിൻ്റെ പേര് പുസ്തകത്തിൻ്റെ പേരായി മാറുകയായിരുന്നു. അതിന് അനേകം പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടൊരു പുസ്തകം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അതിന് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് വില്യം ബാക്ക്ലെയുടെ കമൻട്രിയിൽ നമ്മൾ വായിക്കുന്ന കാര്യം തന്നെയാണ്. വസ്തുത ഇങ്ങനെയാണ്: യേശുനാഥൻ എന്താണ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത്? ഈ ആശാൻ പള്ളിക്കൂടത്തിലൊക്കെ അക്ഷരമാല എഴുതി പഠിപ്പിക്കുമ്പോൾ നിലത്ത് വിരൽ കൊണ്ട് എഴുതിയിട്ട് തെറ്റിപ്പോകുമ്പോൾ മായിച്ച് വീണ്ടും എഴുതാനായിട്ടുള്ളൊരവസരം ആശാൻ തരും. തെറ്റിയാൽ വീണ്ടും മായിച്ചെഴുതാൻ നിലത്തെഴുതുന്നതാണ് ഉചിതം എന്നാണ് അത് ഓർപ്പിക്കുന്നത്. അതിലൊരു 3 തരം ഇൻ്റർപ്രിട്ടേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് പറയുന്നത്, ഈ കല്ലെറിഞ്ഞ് കൊല്ലാമെന്ന മനുഷ്യരുടെയൊക്കെ പാപങ്ങൾ ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ എത്തി നോക്കുന്നത്, അതിങ്ങനെ ചില സിനിമകളിൽ കാണിക്കുന്നുണ്ട്. ഇവരിങ്ങനെ എത്തി നോക്കുമ്പോൾ അവരുടെ പാപങ്ങൾ ആണ് ഈശോ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഞെട്ടിത്തെരിച്ചിട്ട് ഒരു കല്ല് താഴെയിട്ട് നടന്ന് നീങ്ങിയെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റ് ചിലർ പറയുന്നത്, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിലൊക്കെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നൊരു വേർഷൻ അനുസരിച്ച് ഈ സ്ത്രീയെ തന്നോടൊപ്പം തനിക്കിപ്പുറം നിർത്തിയിട്ട് കല്ലെറിയാൻ വന്നവർക്കും ആ സ്ത്രീക്കും ഇടയിലൂടെ ഒരു വര, നമ്മുടെ ഭാരതീയ പുരാണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലക്ഷ്മണരേഖ എന്നൊക്കെ പറയുന്ന പോലെ വര വരച്ചിട്ടു. ഈ വര കഴിഞ്ഞ് നീ ഇപ്പുറത്ത് വന്ന് നമ്മളെ കല്ലെറിയാൻ ധൈര്യം ഉണ്ടെങ്കിൽ എറിയുക എന്ന് പ്രഖ്യാപിക്കുന്ന, വെല്ലുവിളിക്കുന്ന പോലൊരു യേശുവിനെയായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുക. 3-ാമത്തേത് ആണ് നമ്മൾ കുറേ കൂടി ഭംഗിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വസ്തുത. അത് ഹെസദ് എന്ന് ഈശോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കരുണാദ്രമായ സ്നേഹം, എൻ്റെ കരുണാദ്രമായ സ്നേഹമെന്ന് ഈശോ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരുന്നതോടെ നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നതാണ് പറയുന്നത്. വിരൽ കൊണ്ട് ദൈവം എഴുതുന്നു. അതിങ്ങനെ പല ആവർത്തി നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന മെനെ തെക്കേൽ പാർസീൻ എന്ന് പറയപ്പെടുന്ന വാക്യം. അതിങ്ങനെ, നിന്നെ ഞാൻ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്നെ ഞാൻ പേർഷ്യക്കാർക്കും മേദ്യക്കാരുടെയും കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോയാണെന്ന് പറഞ്ഞിട്ടുള്ള നബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള വിരൽ പ്രത്യക്ഷപ്പെട്ട് എഴുതി എന്ന് പറയപ്പെടുന്ന സംഭവം. പക്ഷെ നമ്മളിങ്ങനെ കുറേ കൂടി പുറകോട്ട് പോയാൽ ഉൽപ്പത്തി പുസ്തകം എത്തുമ്പോൾ നമ്മൾ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം പൂഴിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണ് കുഴച്ച് എടുത്ത് അതിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു വന്നത്. മനുഷ്യൻ ഈ മണ്ണാവുന്ന മണ്ണിലേക്ക് പിന്തിരിയുമെന്നൊക്കെ നമ്മൾ ഈ തപസ്സാചരണത്തിന് ആദ്യത്തെ ദിവസം പാടിയതുപോലെ മണ്ണ് കൊണ്ട് അവൻ രൂപപ്പെടുത്തിയെടുത്തു. ഇപ്പം മണ്ണ് കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യൻ്റെ ഹൃദയം കല്ലുപോലായപ്പോൾ ആ കല്ലുപോലായ ഹൃദയത്തെ തിരുത്തുവാൻ ദൈവം പലകയിൽ 10 കൽപ്പന എഴുതി എന്നുള്ളതാണ് നമ്മൾ നിയമാവർത്തനം 9:10 വായിക്കുന്നത്. നിയമാവർത്തനം 9:10 നമ്മൾ വായിക്കുന്നത്, ദൈവം തൻ്റെ വിരൽ കൊണ്ട് പലകയിൽ 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നും രൂപപ്പെട്ട മനുഷ്യൻ കല്ലായി മാറിയപ്പോൾ കല്ലിന്മേൽ ദൈവം 10 കൽപ്പന എഴുതിക്കൊണ്ട് അവരെ വീണ്ടെടുക്കാൻ ശ്രമം നടത്തി. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കല്ലിലാണ് ദൈവം, പഴയ നിയമത്തിൽ ദൈവം എഴുതുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, മനുഷ്യ നീ മണ്ണാണ്, നീ എന്ന മണ്ണിന്മേൽ ഞാൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതുന്നു. ആ എഴുതുന്നത് ഒറ്റ വാക്ക് മാത്രം, ഹെസദ്, കരുണാദ്രമായ സ്നേഹം എന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. അതായത് കൽപ്പനകളൊക്കെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ കരുണ നമ്മളെ തേടി ഒരു റൂഹ, കാറ്റ് വീശുന്ന പോലെ കടന്നു വരുന്ന കർത്താവിൻ്റെ കരുണ നമ്മളുടെ ഹൃദയത്തിൻ്റെ മണ്ണിൽ, നമ്മളാകുന്ന മണ്ണിലേക്ക് ചേരാനുള്ള മണ്ണിൽ രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മണ്ണിലേക്ക് ചേരാനുള്ള, നമ്മുടെ ശരീരം മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ മണ്ണിൻ്റെ ഭാഗമായി മാറാനുള്ള ഹൃദയത്തിന് മേൽ ക്രിസ്തു കുറിച്ച് വയ്ക്കുന്ന വാക്ക് ഇതാണ്, ഹെസദ്, കരുണാദ്ര സ്നേഹമുള്ളവനായിരിക്കുക. അപ്പോൾ മണ്ണായിരുന്ന മനുഷ്യൻ ഹൃദയം കല്ലായി മാറിയപ്പോൾ കല്ലിന്മേൽ വിരലുകൊണ്ട് ദൈവം 10 കൽപ്പനകൾ രേഖപ്പെടുത്തി. കാലങ്ങൾക്കിപ്പുറം
ആ മണ്ണിൽ നിന്നും രൂപപ്പെട്ട് മണ്ണായി മാറേണ്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ മണ്ണിൽ വിരൽ കൊണ്ട് ദൈവം കുറിച്ചു ഹെസത്ത്, കരുണാദ്ര സ്നേഹം.